സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് യൂട്യൂബിൽ എങ്ങനെ ഒരു പുതിയ ചാനൽ റീച്ചിലെത്തിക്കാം എന്നാണ്. ഇതിനെ ഞാൻ 5ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ യൂട്യൂബിനെ പറ്റി ഏകദേശം ഒരു ധാരണ കിട്ടും. ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങാനോ അല്ലെ തുടങ്ങിയിട്ട് ഗ്രോ ആകാത്തവരോ ആണേ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകും. സോ ലെറ്റ് സ്റ്റാർട്ട്. ആദ്യം നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു കാറ്റഗറി കണ്ടുപിടിക്കണം. അങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ചാലേ നല്ല കണ്ടൻറ്റിൽ വീഡിയോസ് ഇട്ട് യൂട്യൂബിൽ വൈറലാകാൻ സാധിക്കും. ഇനി അതെങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഇതൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളൊരു ഗെയിമറാണ്. നിങ്ങളുടെ കയ്യിലൊരു ഹൈ എൻഡ് ഡിവൈസ് ഉണ്ട്. നിങ്ങൾ ഡെയിലി ഗെയിംസൊക്കെ കളിക്കാറുമുണ്ട്. ഇവിടെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ലേ? അവിടെ ഒരു ഗെയിമിംഗ് ചാനൽ നിങ്ങൾക്ക് തുടങ്ങാം. ഇങ്ങനെ പറയാൻ കാരണം ഡെയിലി നിങ്ങൾ ഗെയിംസ് കളിക്കാറുണ്ട്. അതിനിടയിൽ അത് റെക്കോർഡ് ചെയ്ത് അതിലാവശ്യമുള്ള കാര്യങ്ങൾ എഡിറ്റ് ചെയ്താൽ അതിനൊരു വീഡിയോ ആക്കി മാറ്റാം. ഇവിടെ കണ്ടൻറ്റിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ ഗെയിം പ്ലേ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇട്ടാൽ മതി. എന്നിട്ട് അതിലെ ഫണ്ണി മൊമെൻറ്റ്സൊക്കെ ഹൈലൈറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും വൈറലാകാം. ഇനി നേരെ മറിച്ച് നിങ്ങൾക്കൊരു ലോ എൻഡ് ഡിവൈസ് ആണ്. നിങ്ങൾ വല്ലപ്പോഴേ ഗെയിംസ് കളിക്കാറുള്ളൂ. അവിടെ നിങ്ങളുടെ ഗെയിമിംഗ് ചാനൽ തുടങ്ങിയാൽ അത് റീച്ച് ആകണമെന്നില്ല. ഇനി ഇതിൻ്റെ കാരണം പറയാം. ഇവിടെ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടിയാണ് ഗെയിം കളിക്കുന്നത്. ഇവിടെ എൻ്റർടൈൻമെൻറ്റ് കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഓഡിയൻസ് ആ വീഡിയോ കാണാനും സാധ്യത കുറവാണ്. ഇനി ഇവർ രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറയാം. ഡെയിലി ഗെയിം കളിക്കുന്നവർക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് കാണും. സോ അവർക്കറിയാം എങ്ങനെ ഓഡിയൻസിനെ പിടിച്ചിരുത്താമെന്ന്. അതുകൊണ്ട് തന്നെ അവർക്ക് ടെൻഷൻ കാണത്തില്ല. അതുകൊണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓഡിയൻസിന് ഇഷ്ടപ്പെടും. ഇനി യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ വേണ്ടി ഗെയിം കളിക്കുന്നവർക്ക് എക്സ്പീരിയൻസ് കുറവായിരിക്കും. സോ അവർക്ക് അതിൻ്റേതായ ടെൻഷൻ കാണും. ഇത് അവരുടെ ഗെയിം പ്ലേയെ ബാധിക്കും. വോയിസ് ഓവർ ചെയ്യുന്നുണ്ടേ വോയിസിനെയും ബാധിക്കും. സോ ഇവർ രണ്ടുപേരും ഇടുന്ന വീഡിയോസ് വ്യത്യസ്തമായിരിക്കും. ഇതൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും യൂട്യൂബിൽ എങ്ങനെ ഒരു ചാനൽ തുടങ്ങണമെന്ന്. സോ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഏത് കാര്യമാണെങ്കിലും അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ ഒരു ടോപ്പിക് സെലക്ട് ചെയ്ത് അതിൽ വീഡിയോസ് ഇടാം എന്നതാണ്. സോ ഇതും ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങളുടെ ഒരു കുക്കിംഗ് ചാനലാണ്. നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി ടോപ്പിക്ക് നോക്കുകയാണ്. അതിനാദ്യം ചെയ്യേണ്ടത് ലോ കോമ്പറ്റീഷനും ഹൈ സെർച്ച് വോളിയുമുള്ള ടോപ്പിക്സ് കണ്ടുപിടിക്കണം. ഇനി എങ്ങനെ കണ്ടുപിടിക്കാൻ ഗൂഗിൾ ട്രെൻഡ്സ് ഉപയോഗിക്കാം. ഇനി ഇങ്ങനെ കണ്ടുപിടിച്ചാൽ നിങ്ങളുടെ ആ കണ്ടൻറ്റിൽ ഓഡിയൻസിന് ആവശ്യമുള്ളതായിരിക്കും. സോ അതിനെ നല്ലതായി പ്രസൻറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഓഡിയൻസ് ആ വീഡിയോ കാണും. ഇനി ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, അതിന് നല്ലൊരു തംബ്നെയിൽ വേണം. ഇനി ക്ലിക്ക് ബേറ്റ് ആയ തംബ്നെയിൽ എങ്ങനെ ഉണ്ടാക്കാം എന്ന് പറയാം. സോ ഇതും ഒരു എക്സാമ്പിളായിട്ട് പറയാം. 2 തരം തംബ്നെയിലാണ് ഉള്ളത്. മീനിങ് തംബ്നെയിലും മീനിങ്ലെസ് തംബ്നെയിലും. ആദ്യം ഇത് പറയാം. എക്സാമ്പിളായിട്ട് നിങ്ങൾ ചിക്കൻ കറി എങ്ങനെ വെക്കാമെന്നൊരു വീഡിയോ ചെയ്യുന്നു. അതിൽ എങ്ങനെ ചിക്കൻ കറി വെക്കാമെന്ന് നിങ്ങൾ തംബ്നെയിലിൽ കൊടുക്കുന്നു. ഇതാണ് മീനിങ് തംബ്നെയിൽ. അതായത് നിങ്ങളുടെ വീഡിയോ റിലേറ്റഡ് ആയ കാര്യങ്ങൾ തംബ്നെയിലിൽ കൊടുക്കുന്നു. ഇനി ഇത് പറയാം. എക്സാമ്പിളായിട്ട് മിസ്റ്റർ ബീസ്റ്റിൻ്റെ ഈ വീഡിയോ. ഇങ്ങനെ ഒരു കാര്യമില്ലെന്ന് നമുക്കറിയാം. എന്നാലും ആ വീഡിയോ നമ്മൾ കാണും. ഈ തംബ്നെയിൽ വേറെ, വീഡിയോ വേറെ. ഇതാണ് മീനിങ്ലെസ് തംബ്നെയിൽ. ഇതേപോലെ ടെക്സ്റ്റ് കൊടുക്കാതെയും തംബ്നെയിൽ ഉണ്ടാക്കാം, കൊടുത്തും ഉണ്ടാക്കാം. സോ ഇനി എങ്ങനെ ഒരു തംബ്നെയിൽ ഉണ്ടാക്കാം എന്ന് പറയാം. ആദ്യം തന്നെ വേണ്ടത് ഫോൺസ് ആണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി വേണ്ടത് തീമാണ്. ഒന്നേ നിങ്ങളുടെ വീഡിയോ റിലേറ്റഡ് ആയത് ഗൂഗിളിൽ നിന്ന് എടുക്കാം, അല്ലേ നിങ്ങൾ തന്നെ ഒരെണ്ണം ഉണ്ടാക്കണം. ഞാൻ ഈ തീമെന്ന് പറയുന്നത് തംബ്നെയിലിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്. അതായത് എൻ്റെ ഈ തംബ്നെയിലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആണ്. അതുകൊണ്ട് അതിൻ്റെ തീം ബ്ലാക്ക് ആണ്. ഇനി എക്സാമ്പിളായിട്ട് ട്രാവലിംഗ് ചാനലാണ്. ആ വീഡിയോ റിലേറ്റഡ് ആയ സ്ഥലത്തെപ്പറ്റി കൊടുക്കാം. ഇനി എങ്ങനെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം? ഇത് നിങ്ങൾക്ക് ലോങ് ആയിട്ടും കൊടുക്കാം, ഷോർട്ടായിട്ടും കൊടുക്കാം. എക്സാമ്പിളായിട്ട് ഒരു പിസ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ ചെയ്യുന്നത്. എങ്ങനെ പിസ ഉണ്ടാക്കാം എന്നത് ഷോർട്ട്. 30 മിനിറ്റ് കൊണ്ട് വീട്ടിൽ പിസ ഉണ്ടാക്കാം എന്നത് ലോങ്. ഇതൊരു എക്സാമ്പിളാണ്. എനിക്ക് ടെക്സ്റ്റിനെ പറ്റി ഇത്രേ പറയാൻ പറ്റും. കാരണം ഓരോരുത്തരുടെയും കാറ്റഗറി വ്യത്യാസമായിരിക്കും. ഇനി ആനിമേഷൻ. ആദ്യം ഒരു കളർ സെലക്ട് ചെയ്യണം. എന്നിട്ട് അതിൽ സ്ട്രോക്ക്, ഷാഡോ, ഇന്നർ ഷാഡോ ഇതൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം, മിക്സ്ഡ് കളർ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയൊക്കെയാണ് ഒരു തംബ്നെയിൽ ഉണ്ടാക്കാൻ വേണ്ട ബേസിക് കാര്യങ്ങൾ. ഇനി ഇതിലും കൂടുതൽ അറിയണേ നെക്സ്റ്റ് വരുന്ന വീഡിയോ കണ്ടാൽ മതി. ഇപ്പോൾ ഞാൻ 5 ടിപ്സിൽ 3 എണ്ണം പറഞ്ഞു. ഇനി ബാക്കി 2 എണ്ണം ഉണ്ട്. അതും തംബ്നെയിലിൻ്റെ കൂടുതൽ കാര്യങ്ങളും ഇതിൻ്റെ പാർട്ട് 2ൽ വരും. സോ ഇനി അത് വരുമ്പോൾ കാണാം.